ആ ടീം നല്ല സക്സസ്ഫുള്ളായിട്ട് ഇവിടെ പെർഫോം ചെയ്തല്ലോ. നല്ല ടീമായിരുന്നു, നല്ല അടക്കമുള്ള ആളുകൾ, പന്തടക്കം ഉള്ള ആളുകൾ, നന്നായി എപ്പോഴും പ്ലേസ്മെൻറ്റ് നടത്തുന്ന ആളുകൾ, മനോഹരമായിട്ട് കളിക്കുന്ന ആളുകൾ. സത്യം പറഞ്ഞാൽ ആ ടീം ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്താണ് നിന്നത്. ഞാൻ അവരെ എല്ലാം അഭിനന്ദിക്കും. ലോകമെമ്പാടും ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ ഭേദമന്യേ മതജാതി വ്യത്യാസങ്ങളില്ലാതെ മുഴുവൻ ആളുകളും ഫിഫ വേൾഡ് കപ്പിനെ വലിയ ആവേശത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ട്രിവാൻഡ്രം പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ട്രിവാൻഡ്രം പ്രസ് ക്ലബിൻ്റെ 11സും അതുപോലെ തന്നെ സ്പീക്കേഴ്സ് 11സും തമ്മിലുള്ള ഒരു മത്സരം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. വളരെ ആവേശകരമായ മത്സരത്തിൽ സമനിലയിലാണ് കളി അവസാനിച്ചത്. വളരെ മികച്ച കളിക്കാർ, പ്ലെയേഴ്സൊക്കെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ഈ ഒരു മത്സരത്തോടു കൂടി ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ പഴയ കാലത്തെ വളരെ വെറ്ററൻസായ കളിക്കാരും നിയമസഭാ സാമാജികന്മാർക്കിടയിലുണ്ട്. ചെറുപ്പക്കാരേക്കാളൊക്കെ വളരെ ആവേശത്തോടു കൂടി പന്ത് കളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ള കാര്യം കൂടി ബോധ്യപ്പെട്ടു. നിയമസഭാ സ്പീക്കേഴ്സ് 11 വേണ്ടിയിട്ട് മത്സരിക്കാൻ ഇറങ്ങിയ എല്ലാ MLA-മാരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുകയാണ്. സ്പീക്കേഴ്സ് 11 സമനിലയിലായതിൻ്റെ ട്രോഫി വളരെ ആവേശത്തോടു കൂടി സ്പീക്കറുടെ തന്നെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ കൂടി എടുത്തുയർത്തിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ മത്സരത്തിൻ്റെ പര്യവസാനത്തിൽ സന്തോഷപൂർവ്വം തന്നെ മത്സരത്തെ പര്യവസാനിപ്പിച്ചത്. വലിയ ആവേശത്തോടു കൂടി നടന്ന മത്സരം സംഘടിപ്പിച്ച ട്രിവാൻഡ്രം പ്രസ് ക്ലബിന് എല്ലാവിധ ആശംസകളും. നല്ല മത്സരമായിരുന്നു. സമനിലയിൽ പിടിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമായിരുന്നില്ല. കാരണം ആദ്യ ഹാഫിൽ ഞങ്ങൾ 4 ഗോളിന് പിന്നിട്ടൊക്കെയായിരുന്നു. പിന്നെയാണ് ഒന്നും കൂടി സെറ്റായത്. തിരിച്ച് 4 ഗോൾ അടിച്ച് ആ നിലയിൽ സമനിലയിൽ തന്നെ പിരിയാൻ സാധിച്ചു. ഒന്നും കൂടി ഷൂട്ടൗട്ടിലേക്ക് പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിന് സമ്മതിച്ചില്ല. സ്പീക്കർ വന്നതിന് ശേഷമാണ് കളി മൊത്തത്തിൽ ടേൺ അറൗണ്ട് ആയത്. വളരെ ആവേശകരമായിട്ടുള്ള മത്സരമായിരുന്നു. എല്ലാവരും ഉണർന്ന് കളിച്ചു. ആദ്യ റൗണ്ട് ഞങ്ങളൊന്ന് പകച്ചു പോയി, പക്ഷേ 2ാം റൗണ്ട് ഞങ്ങൾ കളം പിടിച്ചു. എന്തായാലും എല്ലാവരും ഒത്തൊരുമയോടെ കളിച്ച് വലിയ വിജയമാണ് ഉണ്ടായത്. സമനില എന്ന് പറഞ്ഞാൽ പോലും വലിയ വിജയമാണ്. അപ്പോൾ ഒരു വേൾഡ് കപ്പിൻ്റെ ആവേശം എല്ലാവരിലേക്കും എത്താൻ കഴിയുന്നൊരു മത്സരമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എല്ലാവരും നന്നായി കളിച്ചു. ഫുട്ബോൾ ആവേശം കേരളത്തിലും നമ്മളേറെ ആഘോഷപൂർവ്വം യുവതയുടെ കൂടെ കൂടിയിരിക്കുകയാണ്. കാരണം ലോക ഫുട്ബോളിൻ്റെ പന്ത് ഉരുളുമ്പോൾ നമുക്ക് മാറി നിൽക്കാനാവില്ല. ഇത് ഈ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു സ്പോർട്ടാണ്. അപ്പോൾ ഈ സ്പോർട്ടിൽ ഞങ്ങളെല്ലാവരും പങ്കുചേർന്നു. സ്പീക്കേഴ്സ് 11നും അതുപോലെ തന്നെ പത്രമാധ്യമ പ്രവർത്തകരും തമ്മിലുണ്ടായ മത്സരം അത് വളരെ ആവേശപൂർവ്വമായിരുന്നു. കളി ഞങ്ങൾ ജയിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും പക്ഷേ നല്ല മത്സരമായിരുന്നു. വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു. ഇത് സംഘടിപ്പിച്ച പ്രസ് ക്ലബിനും അതുപോലെ തന്നെ ഇത് സ്പോൺസർ ചെയ്ത അതിൻ്റെ സ്പോൺസർമാർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഒരു നല്ല ഫുട്ബോളിൻ്റെ ഒരു കാലം ആശംസിക്കുന്നു. ലോകകപ്പിൻ്റെ ഒരു ആവേശത്തിലാണ് ലോകം മുഴുവൻ. ആ ആവേശം നിയമസഭാ സാമാജികരും മാധ്യമപ്രവർത്തകരും ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നടത്തി. സ്പീക്കേഴ്സ് 11 വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അതോടൊപ്പം ലഹരിക്കെതിരായിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട്, രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ലഹരിക്കെതിരായിട്ടുള്ളൊരു ക്യാമ്പയിനാണ്. ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നതിനിടയിൽ നമ്മൾ അർജൻറ്റീന കുപ്പായത്തിലാണ് ഇറങ്ങിയത്. മത്സരം കടുത്തതായിരുന്നു. 4-4 സമനിലയിൽ പിടിച്ചു. ഒരു മികച്ച മത്സരം നടത്താൻ വേണ്ടി പറ്റി. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഒരു ആവേശമാണ്, ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. അതിൽ പങ്കാളിയായതിൽ അതിയായ സന്തോഷമുണ്ട്. ഏറ്റവും മികച്ച കളിയായിരുന്നു. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ ഗോളുകൾ വഴങ്ങിയെങ്കിലും സെക്കൻഡ് ഹാഫിൽ എല്ലാം തിരിച്ചടിച്ച് ഉജ്ജ്വലമായ തിരിച്ചറിവാണ് സ്പീക്കേഴ്സ് 11 നടത്തിയത്. പ്രസ് ക്ലബിൻ്റെ ടീമും ഏറ്റവും നല്ല കളിയാണ് പുറത്തെടുത്തത്. ബ്രസീൽ, അർജൻറ്റീന ആര് ജയിക്കുമെന്നുള്ള ആ ഒരു ഉഗ്രത നിറഞ്ഞ ചോദ്യങ്ങൾ പോലെ തന്നെ ഏറ്റവും മികച്ചൊരു കളി എല്ലാവരും കാഴ്ചവെക്കാനായി. വ്യക്തിപരമായ സന്തോഷം, ഗോളടിക്കാൻ സാധിച്ചുവെന്നും ഗോളിന് അസിസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള നല്ല സാറ്റിസ്ഫാക്ഷൻ ഈ കളിയിൽ എനിക്കുണ്ട്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ കേരളീയ സമൂഹത്തിന് പിടികൂടിയിട്ടുള്ള മാരകമായ ലഹരി ഉപയോഗത്തിനെതിരായിട്ടുള്ളതാണ്.
അതിനെതിരായിട്ടുള്ളൊരു പ്രചരണമായിട്ടാണ് ഈ കളി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ UDF ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ലഹരി മുക്ത കേരളം എന്നതിൽ നിലക്ക് ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി തയ്യാറായിക്കൊണ്ടിപ്പോൾ അതിനുവേണ്ടി വലിയ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ തൂഫാൻ ഇത്തരത്തിലുള്ള പ്രചരണം ഏറെ പ്രയോജനം ചെയ്യും. നമുക്ക് കേരളത്തെ ലഹരി മുക്ത നാടാക്കി മാറ്റണം എന്നാണ് ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കളി സംഘടിപ്പിക്കുന്നത്.